അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്കിലെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സവാൽ ജവാബിലേക്ക് പല ആളുകളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. ഈ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി പുലർച്ച സമയത്ത്, അതായത് 2 മണി 3 മണിയൊക്കെ സമയത്ത് പ്രത്യേകമായി ഖിയാം എന്ന പേരിൽ നടത്തപ്പെടുന്ന രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഗതിയുണ്ടോ, അത് ശ്രേഷ്ഠമാണോ എന്നതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടി പണ്ഡിതന്മാരുടെ ഫത്വകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലക്ക് അല്പം വിശദമായി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഖിയാം എന്ന പേരിൽ ഒരു പ്രത്യേക നമസ്കാരം പാതിര കഴിഞ്ഞ് എഴുന്നേറ്റ് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന് ആ സമയത്ത് നമസ്കരിക്കുക, അങ്ങനെ ഒരു ഖിയാം എന്ന പേരിൽ നമസ്കാരം ഉണ്ടോ ഇല്ല എന്നതാണ്. ഇത് സംബന്ധമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പേരിൽ ഒരു പ്രത്യേകമായ നമസ്കാരം അത് പരിചയമില്ലാത്തതാണ് എന്നതാണ്. മറിച്ച് ഇശാ നമസ്കാരത്തിന് ശേഷം സുബ്ഹിന് മുമ്പായി നടത്തപ്പെടുന്ന നമസ്കാരങ്ങൾക്ക് ഖിയാമുൽ ലൈൽ എന്നോ തറാവീഹ് എന്നോ ഖിയാമു റമദാൻ എന്നോ തഹജ്ജുദ് എന്നോ ഏത് പേരും ഉപയോഗിക്കാവുന്നതാണ്. റമദാൻ മാസത്തിലാകുമ്പോൾ അതിന് തറാവീഹ് എന്ന് പ്രത്യേകമായി പറയാറുണ്ട് എന്ന് മാത്രം. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം: സലാത്തു തറാവീഹ്, ഖിയാം, തഹജ്ജുദ് എന്നിങ്ങനെയുള്ള പേരുകൾക്കിടയിലുള്ള അന്തരം എന്താണ്? ശൈഖ് അതിന് നൽകിയിട്ടുള്ള മറുപടി: രാത്രിയിലുള്ള നമസ്കാരത്തിന് തഹജ്ജുദ് എന്നും ഖിയാമെന്നും അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ ഈ 2 പേരും നൽകപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, അതേപോലെ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഈ 2 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. ഖുർആനിൽ തഹജ്ജദ് എന്ന കൽപ്പന, അതുകൊണ്ട് അത് തഹജ്ജുദ് എന്ന് പറയുന്നു. ഖുമിൽ ലൈല, രാത്രിയിൽ നമസ്കരിക്കുക, നിൽക്കുക, അപ്പൊ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നു. തറാവീഹ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നത് അത് പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് റമദാനിൽ രാത്രി നിർവഹിക്കപ്പെടുന്ന, റമദാനിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തെയാണ്. അത് അധികം ദീർഘിപ്പിക്കാതെ അല്പം ലഘൂകരണത്തോടുകൂടി നമസ്കരിക്കപ്പെടുന്ന ഒരു നമസ്കാരം. ഏതായിരുന്നാലും അതിന് തഹജ്ജുദ് എന്നോ ഖിയാമുൽ ലൈൽ എന്നോ പറയാം. അപ്പോൾ ഖിയാം എന്ന പേരിൽ പ്രത്യേകമായ നമസ്കാരമില്ലെന്നും രാത്രി നമസ്കാരങ്ങൾക്ക് പറയപ്പെടുന്ന പേരാണ് തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, അതുപോലെ തന്നെ റമദാനിലാണെങ്കിൽ തറാവീഹ് എന്നതാണ് ഷെയ്ഖിന്റെ ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഇത്ഹാഫു അഹ്ലിൽ ഈമാൻ ബി മജാലിസ് ശഹ്രി റമദാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇതേ മറുപടി രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അവസാന ഭാഗത്ത് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത് ഖിയാമെന്നോ അല്ലെങ്കിൽ തറാവീഹ് എന്നോ ഒക്കെ പറയുന്നത് വഹാദ ഇഖ്തിലാഫുൻ ഫി തസ്മിയത്തി ഫഖത്ത്, ഇത് പേരിൽ മാത്രമുള്ള അന്തരമാണ്. വഇല്ലാ ഫകുല്ലുഹാ യജൂസു അൻ തുസമ്മ തറാവീഹ് ഔ യുസമ്മ ഖിയാം, രാത്രിയുടെ ആദ്യത്തിൽ നമസ്കരിച്ചാലും അവസാനത്തിൽ നമസ്കരിച്ചാലും അതിനൊക്കെ തറാവീഹ് എന്നും ഖിയാം എന്നും പറയാവുന്നതാണ്. ഇതുപോലെ വേറെയും ഫത്വകളും വാചകങ്ങളും നമുക്ക് കാണാം. അപ്പോ ഇന്ന് ചില ആളുകൾ ഖിയാം എന്ന പേരിൽ ഒരു പ്രത്യേകമായ നമസ്കാരം സംഘടിപ്പിക്കുന്നത്, അങ്ങനെ ഒരു പേരിൽ ഒരു പ്രത്യേക നമസ്കാരം ഇല്ല, മറിച്ച് രാത്രി നമസ്കാരങ്ങൾക്ക് മൊത്തത്തിൽ തഹജ്ജുദ് എന്നോ ഖിയാം എന്നോ തറാവീഹ് എന്നോ ഏത് സമയത്ത് നമസ്കരിച്ചാലും പറയാവുന്നതാണ് എന്നാണ് ഈ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇന്ന് ആളുകൾ ആ ഉപയോഗിക്കുന്നത് തന്നെ ഒരു ശരിയായ നിലക്കുള്ള പ്രയോഗമല്ല. അങ്ങനെ ഒരു പ്രയോഗം മുമ്പ് പരിചയമില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഷയം സമയത്തിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യമാണ്. അതായത് ഇശാ കഴിഞ്ഞ ഉടനെ കുറച്ചാളുകൾ നമസ്കരിക്കുകയും വേറെ ചില ആളുകൾ പിന്നെ നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോ രാത്രിയുടെ ആദ്യ ഭാഗമെന്നും അവസാനമാകുമെന്നും സമയത്തിൽ മാറ്റം വരുത്തുന്നു. ഇപ്പൊ സാധാരണഗതിയിൽ ഇശാസ്കരിച്ച ഉടനെയാണ് തറാവീഹ് നമസ്കാരങ്ങൾ നടത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് രാത്രിയുടെ അവസാന ഭാഗത്തുള്ള നമസ്കാരം, ഈ വിഷയത്തിൽ നമുക്ക് അന്വേഷിക്കാനുള്ളത് ഏറ്റവും വലിയ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ ഈ നമസ്കാരം എപ്പോഴാണ് നമസ്കരിച്ചത് എന്നതാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അല്ലാതെയും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വർഷത്തെ റമളാനിൽ ചില രാത്രികളിൽ ജമാഅത്തായി നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എപ്പോഴായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഹദീസ് നീണ്ട ഹദീസാണ്, അത് മുഴുവൻ വായിക്കുന്നില്ല. ആ ഹദീസിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. അത് കണ്ട് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് ഒരു ജമാഅത്തായി. ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയുമായി നമസ്കരിച്ചു ഹത്താ കാദ അൻ യദ്ഹബ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 ഭാഗം അവസാനിക്കുന്നത് വരെ എന്നാണ്. രാത്രിയുടെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ രാത്രി ആരംഭിക്കുന്നത് മഗ്രിബ് മുതലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തീരുന്നത് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഒരു 10 മണി ആകുമ്പോഴേക്ക് ഇശാ നമസ്കാരവും തറാവീഹ് നമസ്കാരവും
കഴിഞ്ഞിരുന്നു എന്നർത്ഥം. അപ്പൊ അത് പുലർച്ചക്കല്ല. പിന്നീട് രണ്ടാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ നമസ്കരിച്ചു. അന്ന് നമസ്കാരം അവസാനിച്ചത് ഹത്താ കാദ അൻ യദ്ഹബ ശത്റുൽ ലൈൽ, അർദ്ധരാത്രി കഴിയാറാകുമ്പോഴേക്കും നബിയുടെ നമസ്കാരം തീർന്നിരുന്നു. അവിടെയും ഇശാക്ക് ശേഷമാണ് തുടങ്ങുന്നത്. പക്ഷെ അല്പം കൂടി നീട്ടി നമസ്കരിച്ചു. അപ്പൊ ഒരു 11:30-12 മണിയുടെ ഇടക്കായി. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 12 മണിയല്ല, മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടക്ക് വരുന്ന സമയം ഏതാണോ അതാണ് അർദ്ധരാത്രി. ഒരു 11:30-12 ഇടക്ക് ഉള്ള സമയമാകാം, വ്യത്യാസപ്പെടും ഓരോ കാലത്തിനനുസരിച്ച്. അത്ര സമയം, അതായത് തലേന്ന് നമസ്കരിച്ചതിന്റെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘിച്ച് നമസ്കരിച്ചു എന്നർത്ഥം. അതും അർദ്ധരാത്രിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ അതിന്റെ രണ്ടാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. അന്ന് നബി അല്പം കൂടി ദീർഘിച്ച് നമസ്കരിച്ചു. ഏകദേശം അത്താഴ സമയമാകുന്നത് വരെ. അൽ ഫലാഹ്, അതായത് അത്താഴം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് സഹാബികൾ പേടിച്ചു എന്നാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസവും നമസ്കരിച്ചത് ഇശാക്ക് ശേഷമാണ്. അതിൽ മൂന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 2 ദിവസത്തേക്കാൾ കൂടുതൽ ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതല്ലാതെ പാതിരക്ക് ശേഷം നമസ്കാരം തുടങ്ങുകയല്ല. അത് പ്രത്യേകം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി നമസ്കരിച്ച ദിവസങ്ങളിൽ ഈ ഒരു രീതിയാണ് സ്വീകരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഒന്നുകിൽ രാത്രിയിൽ അധിക ഭാഗവും നബി നമസ്കരിച്ചു എന്നാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുന്നതോടൊപ്പം ദിക്ർ, ഖുർആൻ പാരായണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദീർഘിപ്പിച്ചു. അല്ലാതെ മുഴുവൻ സമയവും നമസ്കരിച്ചു എന്നതിനർത്ഥമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കാര്യം വിശദീകരിച്ചതായി കാണാം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കാകുമ്പോൾ അങ്ങനെ നമസ്കരിച്ചു എന്ന് വരാം. അതല്ലാതെ ജമാഅത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി നമസ്കാരം മാത്രം നിർവഹിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇനി രണ്ടാമത്തേത് സഹാബികളുടെ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എങ്ങനെയാണ് നമസ്കരിച്ചത് അത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ കാലഘട്ടത്തിൽ പിന്നീട് സംഘടിതമായ നമസ്കാരം ഉണ്ടായിട്ടില്ല. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജനങ്ങൾ പല പല സംഘങ്ങളായി നമസ്കരിച്ചു. അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംഘത്തെ ഒരുമിച്ച് കൂട്ടി. ഈ ഹദീസ് ഇമാം ബുഖാരി 1906 നമ്പറായി അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് സംഘടിപ്പിച്ചത് പുലർച്ചെ സമയത്തായിരുന്നില്ല. ആദ്യത്തെ 10ലും രണ്ടാമത്തെ 10ലാണെങ്കിലും അവസാന 10ലാണെങ്കിലും ശരി, അവിടെ ഇശാക്ക് ശേഷമാണ് ഈ ജമാഅത്ത് സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഈ ജമാഅത്ത് നമസ്കാരം കണ്ടപ്പോൾ, അപ്പോഴും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലത്തി യനാമൂന അൻഹാ അഫ്ളൽ മിനല്ലത്തി യഖൂമൂൻ, ഈ നിന്ന് നമസ്കരിക്കുന്നവരെക്കാൾ ഉത്തമർ ഇതിൽ പങ്കെടുക്കാതെ ഇപ്പോൾ ഉറങ്ങുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ ഉറങ്ങി പിന്നീട് നമസ്കരിക്കുന്നവരാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ വകാനന്നാസു യഖൂമൂന അവ്വലഹു, ജനങ്ങൾ അതായത് അന്നത്തെ സഹാബികളും അതല്ലാത്ത ആളുകളും രാത്രിയുടെ ആദ്യത്തിലായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാണ് ഈ ഹദീസ് തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ നബിയുടെയും ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജമാഅത്തിലെ ആളുകളും നമസ്കരിച്ചത് രാത്രിയുടെ ആദ്യത്തിലാണ്. അവിടെ ഒന്നാമത്തെ 10 രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ 10 പ്രത്യേകമായ ഒരു ഖിയാം എന്ന പേരിൽ പുലർച്ചെ സമയത്ത് അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം വേറെ ഒരു പ്രത്യേകം നമസ്കാരം ഉണ്ടാക്കിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇതാണ് നബിയുടെയും സഹാബത്തിന്റെയും രീതി ഏത് 10ലാണെങ്കിലും എന്നതാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം മാലിക് തന്റെ മുവത്തയിൽ വകാനന്നാസു യഖൂമൂന അവ്വലഹു, ജനങ്ങൾ രാത്രിയുടെ ആദ്യത്തിൽ അതായത് ഇശാഇന് ശേഷമായിരുന്നു ഈ നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് കാണാം. ഇനി ഒറ്റക്ക് നമസ്കരിക്കുന്ന ആളുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവർക്ക് സൗകര്യമുള്ള സമയത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുണ്ട്. അത് അർദ്ധരാത്രിക്ക് ശേഷമാകാം, അവരവർക്ക് സൗകര്യമുള്ള സമയത്ത്. എന്നാൽ ഒരു പ്രത്യേകമായ സമയം തെരഞ്ഞെടുത്ത് പുലർച്ചയ്ക്ക് ശേഷം സഹാബത്ത് നമസ്കരിച്ചിട്ടില്ല എന്നാണ് ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മസായിലു അബീ ദാവൂദിൽ 90ാമത്തെ പേജിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, രാത്രി നമസ്കാരം അതായത് തറാവീഹ് രാത്രിയുടെ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല, പറ്റില്ല. സുന്നത്തുൽ മുസ്ലിമീന അഹബ്ബു ഇലയ്യ, മുസ്ലിങ്ങളുടെ നടപടിക്രമമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മുസ്ലിങ്ങളുടെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ സഹാബത്ത് മുതൽ നിർവഹിച്ചു വരുന്ന രീതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ കാലഘട്ടം വരെയും ഇശാക്ക് ശേഷം നമസ്കരിക്കുക എന്ന രീതി തന്നെയാണ് തുടർന്നു വന്നിരുന്നത്. ആ രീതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതല്ലാതെ അത് പുലർച്ചയിലേക്ക് മാറ്റി നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മറുപടി നൽകുകയുണ്ടായി. അപ്പൊ ഇതിൽ
നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഉള്ള രീതിയും അതുതന്നെയായിരുന്നു എന്നതാണ്. ഇതുകൊണ്ട് തന്നെ പ്രത്യേകമായി അവസാനത്തെ പത്തിൽ പുലർച്ചെ സമയത്ത് അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം ഖിയാം എന്ന പേരിൽ ഒരു നമസ്കാരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക സഹാബത്തിന്റെയും താബികളുടെയും നടപടിക്രമങ്ങൾക്ക് എതിരായ കാര്യമാണ് എന്നാണ്. അപ്പോൾ പിന്നെ അവസാനത്തെ പത്തിൽ മാത്രം ഇങ്ങനെ പ്രത്യേക നമസ്കാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗൗരവപ്പെട്ട അവരുടെ നടപടിക്രമങ്ങൾക്ക് എതിരായ കാര്യമാണ്. ഒന്നാമത്തെ പത്തിൽ രണ്ടാമത്തെ പത്തിലും അവർ നമസ്കരിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ പത്തിൽ പ്രത്യേകമായും അങ്ങനെ നമസ്കാരം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പത്തിൽ പ്രത്യേകമായി ഒരു ഖിയാം എന്ന പേരിൽ നമസ്കാരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ നടപടിക്രമങ്ങളോട് തീർത്തും എതിരായ ഒരു കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ അപകടം പിടിച്ച കാര്യമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇശാക്ക് ശേഷമുള്ള നമസ്കാരത്തെ പുലർച്ചയിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അതുമല്ല. ഇശാക്ക് ശേഷം തറാവീഹ് എന്ന പേരിൽ ദൈർഘ്യം കുറച്ച് ഒരു ലഘുവായ നമസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് വിത്രാക്കാതെ പിരിഞ്ഞു പോവുകയും പിന്നീട് രണ്ടാമത് രാത്രിയിൽ പുലർച്ചെ സമയത്ത് അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം വീണ്ടും വരികയും എന്നിട്ട് വേറെ ഒരു ജമാഅത്ത് സംഘടിപ്പിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു രീതി പൂർവികരിൽ നിന്ന് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു പള്ളിയിൽ രണ്ട് സമയത്ത് രണ്ട് ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്ന കാര്യം മർവസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഇമ്രാൻ ഇബ്നു ഹുദൈർ റഹിമഹുല്ല ഹസൻ ബസ്രിയുടെ അടുക്കലേക്ക് ഒരാളെ അയച്ചുകൊണ്ട് ഇശാ നമസ്കാരത്തിന് ശേഷം ഉള്ള റമദാനിലെ തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. നമുക്ക് നമസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി അല്പം ഉറങ്ങിയ ശേഷം വന്ന് വീണ്ടും നമുക്ക് നമസ്കരിച്ചുകൂടെ? അപ്പൊ അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഹസൻ ബസ്രി റഹിമഹുല്ല നൽകിയ മറുപടി, ഇല്ല, പറ്റുകയില്ല. സലാത്തുൽ ഇശാ സുമ്മൽ ഖിയാം, ഇശാ നമസ്കാരം പിന്നെ അതിന്റെ ഉടനെ തന്നെ രാത്രി നമസ്കാരവും തറാവീഹും നിർവഹിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി ആ ഒരു നിലപാട് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഇവിഷയകമായി നൽകിയിട്ടുള്ള ഒരു മറുപടി, തറാവീഹു സുന്നത്തുൻ ബഅദൽ ഇശാ, തറാവീഹ് എന്ന് പറയുന്നത് ഇശാക്ക് ശേഷമുള്ള ഒരു സുന്നത്താകുന്നു. ഇവിടെ മൊത്തത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ 23-ാം വാള്യം 119-ാമത്തെ പേജിലും അസ്സുന്നത്തു ഫി തറാവീഹി അൻ തുസല്ല ബഅദൽ ഇശാഇൽ ആഖിറ കമ തഫഖ അലാ ദാലിക അസ്സലഫു വൽ അഇമ്മ, പൂർവികരും ഇമാമുകളും ഏകോപിച്ചതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കപ്പെടുക എന്നതാണ് തറാവീഹിന്റെ കാര്യത്തിലുള്ള സുന്നത്ത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹംബലി മദ്ഹബിലെ ചില ഇമാമുകളിൽ നിന്ന് അവർ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും, രാത്രിയുടെ ആദ്യത്തിൽ നമസ്കരിക്കലാണ് ശ്രേഷ്ഠം, അത് പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ് എന്ന് പോലും പറഞ്ഞ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരും. അങ്ങനെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്താക്കിയ 3 ദിവസങ്ങളിലും അതുപോലെ തന്നെ 3 നൂറ്റാണ്ടുകളിലും ഈ ഒരു നടപടിക്രമമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എളുപ്പത്തിലും ഉന്മേഷത്തിലും നിർവഹിക്കാവുന്ന സമയമെന്ന് പറയുന്നത് അത് ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് എന്നുള്ള നിലക്കാണ് ആ അഭിപ്രായം ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പണ്ഡിതന്മാരുടെ പേജുകളും വാചകങ്ങളും ഒന്നും ഇവിടെ പ്രത്യേകം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മർവസിയുടെ ഒരു വാചകം ഈ വിഷയകമായി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറയുന്നത്, സഹോദര, നീ മനസ്സിലാക്കുക, രാത്രി നമസ്കാരം രാത്രിയുടെ അവസാനത്തെ 1/3 വരെ നീട്ടുക എന്ന് പറയുന്നത് അതൊരു ഒരു കാര്യമാണ്. എന്നാൽ രാത്രിയുടെ അവസാനത്തെ 1/3 സമയത്ത് ആ നമസ്കാരം തുടങ്ങുക എന്ന് പറയുന്നത് അത് മറ്റൊരു വിഷയവുമാണ്. ആദ്യം പറഞ്ഞത് സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്, രണ്ടാമത്തേത് ഒരിക്കലും സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത കാര്യവുമാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാക്ക് ശേഷം തുടങ്ങുകയും രാത്രിയുടെ 1/3 അത്താഴത്തിന്റെ സമയം വരെ ദീർഘിപ്പിക്കുകയും ചെയ്തു. അത് നബിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നബിയോ സഹാബത്തോ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കാരം തുടങ്ങുക എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മർവസി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ആളുകൾക്ക് പറയാനുണ്ടാകുന്ന ന്യായം, ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ രാത്രിയുടെ 1/3 അവസാനത്തെ 1/3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടി, ഈ ഹദീസ് പഠിപ്പിച്ച നബിയോ അത് നബിയിൽ നിന്ന് കേട്ടുപഠിച്ച സഹാബത്തോ
ഉത്തരം കിട്ടുന്ന ഈ സമയം തേടി രാത്രിയുടെ 1/3 നമസ്കാരം പിന്തിപ്പിച്ചിട്ടില്ല എന്നതാണ്. സഹാബത്തും അങ്ങനെ തന്നെ, താബിഈങ്ങളും അങ്ങനെ തന്നെ. അതിനേക്കാൾ വലിയ ആർത്തിയുള്ളവരും അല്ലെങ്കിൽ അവർ ചെയ്യാത്തതിൽ മാതൃക കണ്ടെത്തേണ്ടവരുമാണോ നമ്മൾ? ഒരിക്കലും അല്ല. ഇനി ഉത്തരം കിട്ടുന്ന സമയം കണ്ടെത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് അവസാനത്തെ 10 മാത്രം ഇത് തേടുന്നു? റമദാനിന്റെ എല്ലാ രാത്രിയിലും ഉണ്ടല്ലോ ഈ സമയം, റമദാൻ അല്ലാത്ത രാത്രിയിലുമുണ്ട്. അപ്പൊ പിന്നെ റമദാനിന്റെ അവസാനത്തെ 10 മാത്രം അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്ന സമയം തേടുക എന്ന് പറയുന്നത് ഒരു ശരിയായ ന്യായമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ ന്യായം, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഇങ്ങനെ പ്രത്യേകമായ ഒരു ഖിയാം നിർവഹിക്കുന്നത് എന്നാണ്. അതിനുള്ള മറുപടി, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് രാത്രിയുടെ 1/3 അവസാനത്തെ 1/3 സമയത്ത് അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷമല്ല. രാത്രി ആരംഭിക്കുന്നത് മഗ്രിബ് മുതലാണ്. അപ്പൊ ലൈലത്തുൽ ഖദർ മഗ്രിബ് മുതൽ ഖുർആൻ പറഞ്ഞതുപോലെ ഫജ്ർ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈലത്തുൽ ഖദർ അന്വേഷിക്കാൻ ഈ ഒരു സമയം മാത്രം തേടേണ്ടതില്ല. അതുവരെയുള്ള സമയങ്ങളും ലൈലത്തുൽ ഖദർ തന്നെയാണ്. ആ സമയത്തും ഈ ഒരു കാര്യം നേടാൻ സാധിക്കും. ഇനി നേരത്തെ ചോദിച്ചതുപോലെ നബിയോ സഹാബത്തോ ലൈലത്തുൽ ഖദർ തേടാൻ വേണ്ടി അർദ്ധരാത്രിക്ക് ശേഷം രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയാകുമ്പോൾ ആ സമയത്തേക്ക് നീട്ടിവെച്ചിട്ടില്ല എന്നതും ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, തറാവീഹ് നമസ്കാരത്തിൽ വളരെ ചുരുക്കി ഓതുകയും ഖിയാം എന്ന പേരിൽ നടത്തപ്പെടുന്ന നമസ്കാരത്തിൽ പ്രത്യേകമായി നീട്ടിയോതുകയും ചെയ്യുക എന്നതും അടിസ്ഥാനമില്ലാത്ത വിഷയമാണ്. രാത്രി നമസ്കാരം ഏതാണെങ്കിലും ഒരുപോലെയുള്ള നമസ്കാരം, ഇശാക്ക് ശേഷമാണെങ്കിലും ഇനി അല്ലാത്ത സമയത്താണെങ്കിലും ഒരേ രീതിയിലാണ്. അപ്പൊ തറാവീഹിനെ ഒന്ന് ചെറുതാക്കി കാണിക്കുന്ന രീതിയിൽ അത് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് 35-40 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു പോവുകയും പിന്നീടുള്ളത് നീട്ടി നമസ്കരിക്കുകയും അങ്ങനെ ഒരു വേർതിരിവ് നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിന്റെ മറിച്ചാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതായത് നേരത്തെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച നബിയുടെ സംഘടിതമായി നടത്തിയ 3 ദിവസത്തെ നമസ്കാരത്തിൽ ആദ്യത്തെ 2 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചേ ഓതിയിട്ടുള്ളൂ. ആ ദിവസങ്ങൾ ഏതാണ്? അവസാനത്തെ 10-ലാണ്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റ ജമാഅത്താക്കിയപ്പോൾ ഇമാമായി നിശ്ചയിച്ച ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഓതാൻ വേണ്ടി കൽപ്പിച്ച രീതി എന്താണ്? അവിടെ ആദ്യത്തെ 20 ദിവസം ചുരുക്കി നമസ്കരിക്കുകയും അവസാനത്തെ 10 നീട്ടിയോതി നമസ്കരിക്കുകയും ചെയ്യാൻ കൽപ്പിച്ചതായോ അങ്ങനെ ചെയ്തതായോ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് ഏറ്റവും വേഗത്തിൽ ഓതുന്ന ആളോട്, അതായത് സ്പീഡിൽ ഓതുന്ന ആളോട് 30 ആയത്ത് വീതം ഒരു റക്അത്തിൽ ഓതുവാനും അധികം പതുക്കെയുമല്ല സ്പീഡിലുമല്ല അങ്ങനെ ഓതുന്ന ആളുകളോട് 25 ആയത്ത് ഓതുന്ന അത്ര സമയം അല്ലെങ്കിൽ അത്ര ആയത്ത് റക്അത്തിൽ ഓതി നമസ്കരിക്കുവാനും സാവകാശം ഓതുന്ന ആളുകളോട് 20 ആയത്ത് ഓതിക്കൊണ്ട് നമസ്കരിക്കുവാനും ഈ ഖാരികളോട് കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുസന്നഫു അബ്ദുർ റസാഖിൽ ഈ സംഭവം 7732 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ 10 നിങ്ങൾ അല്പം കൂടി ദീർഘിപ്പിച്ച് പ്രത്യേകമാക്കി നീട്ടിയോതണം എന്ന് കൽപ്പിക്കുകയോ ഇമാമുകൾ അങ്ങനെ ആലോചിച്ച് ഒരു പുതിയ ഒരു നടപടി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നബി രാത്രിയെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മുകളിൽ സൂചിപ്പിച്ചതുപോലെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവൻ നമസ്കരിച്ചു എന്ന് പറയാൻ, നമസ്കരിച്ച് ജീവിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ഖുർആൻ പാഠം നോക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. രാത്രി മുഴുവൻ നബി നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ജിബ്രീലിന് പാഠം നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുക്കാൻ എവിടെയാണ് സമയമുണ്ടാവുക? അപ്പോ അതല്ല മുകളിൽ പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം, നമസ്കാരം, ദിക്ർ, ദുആ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ രാത്രിയെ ജീവിപ്പിക്കുക എന്നതാണ്. അപ്പൊ ജീവിപ്പിക്കാൻ വേണ്ടി മുഴുവൻ സമയം നമസ്കരിക്കുക എന്നതല്ല ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകളിലും അതല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ചെന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വശത്ത് ഞാൻ നിന്നു, പിന്നെ ഒരാൾ വന്നു, അയാളും ഞങ്ങളോടൊപ്പം ചേർന്നു, അങ്ങനെ ഒരു ചെറിയ സംഘമായി. അങ്ങനെ ഞങ്ങൾ കുറച്ചാളുകൾ എന്റെ പിന്നിൽ നമസ്കരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോൾ നമസ്കാരം തജവ്വസ ഫി സ്വലാത്ത് തുമ്മ ദഖല മൻസിലഹു, നമസ്കാരം ചുരുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ആളുകൾ ചോദിച്ചു നബിയോട്, എന്താ നബിയെ അങ്ങനെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മറുപടി നൽകി, പിറ്റേ ദിവസം വദാലിക്കല്ലദീ ഹമലനി അലാ മാ സനഅതു, ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അതാണ്, അതായത് നിങ്ങൾ എന്റെ പിന്നിൽ നമസ്കരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നമസ്കാരം ചുരുക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുകയും ചെയ്തു.
രാത്രി നമസ്കാരം 11-ലധികം വർദ്ധിപ്പിക്കുന്നത് ബിദ്അത്താണ് അല്ലെങ്കിൽ കടുത്ത തെറ്റാണ് എന്ന് പറയുന്ന ആളുകളും, അല്ലെങ്കിൽ ആവാമെന്ന് പറയുകയും ഒരിക്കൽ പോലും 11-ലധികം നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, കാരണം എന്താ, നബിയുടെ സുന്നത്ത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്നു. അപ്പറയുന്ന ആളുകൾ നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ യാതൊരു മാതൃകയുമില്ലാത്ത അവസാനത്തെ 10 ഒരു പ്രത്യേകമായ ഖിയാം എന്ന പേരിൽ നമസ്കാരം സംഘടിപ്പിക്കുക എന്ന കാര്യം അവർ നിർവഹിക്കുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്. നബി നമസ്കരിച്ചിട്ടില്ല എന്നതുകൊണ്ട് 11-ലധികം നമസ്കരിക്കുന്നത് ബിദ്അത്താണെന്നോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നോ വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഈ മാതൃകയില്ലാത്ത കാര്യം ചെയ്യാൻ സാധിക്കും? ഇനി പണ്ഡിതന്മാരുടെ ഫത്വയിലേക്ക് പോയാൽ ഇപ്പറഞ്ഞ രീതിയിൽ ഉള്ള നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാസറ്റ് നമ്പർ 723 അതിന്റെ ആദ്യ ഭാഗം ചോദ്യം മറുപടി ഞാൻ വായിക്കുന്നില്ല. ഇതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയിൽ നമുക്ക് കാണാം. ബുഖാരി മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ഞാൻ ബുദ്ധിമുട്ട് വരുത്തുകയില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഇശാ നമസ്കാരത്തെ അർദ്ധരാത്രി വരെയോ അല്ലെങ്കിൽ രാത്രിയുടെ 1/3 വരെയോ പിന്തിപ്പിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഇശാ നമസ്കാരം പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്, പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഷെയ്ഖ് അൽബാനി ചോദിക്കുകയാണ്, ലിമാദാ ലം യഅ്മുറുഹും, പിന്തിപ്പിക്കലാണ് ഉത്തമം എന്നറിഞ്ഞിട്ട് നബി എന്തുകൊണ്ട് അത് കൽപ്പിച്ചില്ല? കാരണം അത് ജനങ്ങളെ അവർക്ക് ഹാജരാവാൻ കഴിയാത്ത, അതായത് അർദ്ധരാത്രിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് ഹാജരാവുക എന്നത് എല്ലാ ജനങ്ങൾക്കും അത് പ്രയാസകരമായി തീരും, അല്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കുകയില്ല, പലർക്കും അത് പ്രയാസകരമായി തീരും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത് അർദ്ധരാത്രിയിൽ നമസ്കരിക്കലാണ് ഇശാ നമസ്കാരം ശ്രേഷ്ഠം എന്ന് അറിഞ്ഞിട്ട് തന്നെ ഖാന യുഖദ്ദിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നമസ്കരിക്കുമായിരുന്നു. അത്ര അങ്ങോട്ട് നീട്ടിയില്ലെങ്കിൽ ചില സമയങ്ങളിൽ നബി നീട്ടിയിട്ടുണ്ട്. പക്ഷെ ആ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ രാത്രിയുടെ 1/3 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടാതിരുന്നത് ഈ മഹത്വം അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാദാ മിൻ ബാബി തർജീഹി തവാബിൻ അലാ തവാബ് വ മസ്ലഹത്തിൻ അലാ മസ്ലഹ വഹാദാ ഹുവ ശരീഅത്തുല്ലാഹി അസ്സ വജൽ. നബി അങ്ങനെ ചെയ്തത് ഒരു പ്രതിഫലത്തേക്കാൾ മറ്റൊരു പ്രതിഫലത്തിന് തർജീഹ് നൽകുക, മുൻഗണന നൽകുക, ഒരു മസ്ലഹത്തിനേക്കാൾ മറ്റൊരു മസ്ലഹത്തിന് മുൻഗണന നൽകുക എന്നതുകൊണ്ടാണ്. അപ്പൊ അർദ്ധരാത്രി വരെ പിന്തിപ്പിച്ചാൽ കിട്ടുന്ന കൂലിയുടെ ആ പ്രതിഫലം അല്ലെങ്കിൽ ആ മസ്ലഹത്തിനേക്കാൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, എല്ലാവർക്കും പങ്കെടുക്കേണ്ടുന്ന ഒരു നമസ്കാരത്തെ അത് പിന്തിപ്പിക്കാതെ നമസ്കരിക്കുക എന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ ശരീഅത്താകുന്നു എന്നും ഷെയ്ഖ് ഉണർത്തുകയുണ്ടായി. ഇതേപോലെ അദ്ദേഹത്തോടുള്ള മറ്റൊരു ചോദ്യം കാസറ്റ് നമ്പർ 86. ഒരു ഇമാം അല്ലെങ്കിൽ ഇമാമുമാർ റമദാനിലെ നമസ്കാരത്തിൽ ആദ്യ സമയത്ത് 4 റക്അത്ത് നമസ്കരിക്കുകയും എന്നിട്ട് വിത്രാക്കാതെ പോയി പിന്നെ 4 റക്അത്തും വിത്രും പിന്നെ നമസ്കരിക്കുകയും രാത്രി 1 മണിക്ക് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആദ്യത്തത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 മണിക്ക് തിരിച്ചു വരികയും എന്നിട്ട് ബാക്കി 7 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തി ശരിയാണോ? ഇത് അംഗീകരിച്ചു കൊടുക്കാവുന്ന അനുവദനീയമായ കാര്യമാണോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെ കാണാം. കാരണം സുന്നത്തിനെ ജീവിപ്പിക്കുവാൻ എന്നൊരു പരാമർശമുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്, സുന്നത്തിനെ ജീവിപ്പിക്കാനാണെങ്കിൽ രാത്രിയുടെ അവസാനത്തിൽ ജനങ്ങളോടൊപ്പം ഈ ചെറുപ്പക്കാരിൽപ്പെട്ട ചില ആളുകൾ, ഈ ആളുകൾ ചെയ്യേണ്ടത് അവർ ഇശായിന് ശേഷം തന്നെ നമസ്കരിക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയും എന്നിട്ട് ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ്. അമ്മാ തഖ്സീമുഹാ ഖിസ്മൈനി ലാ അജിദു ലഹാ മുബർരിറൻ. ഈ രാത്രി നമസ്കരിക്കേണ്ടുന്ന ഒരു നമസ്കാരത്തെ പകുതി ആദ്യം നമസ്കരിക്കുകയും പിന്നെ പകുതി നമസ്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണവും ഞാൻ കാണുന്നില്ല. അപ്പോ ചില പള്ളികൾ 2 ജമാഅത്ത് നടത്തുന്നു. ഒന്ന് ആദ്യം തറാവീഹ്, ഒരു ലഘുവായത്, പിന്നെ ഒരു നീട്ടി, ഒരു ഖിയാം വേറെ രീതി, പകുതി ആദ്യം നമസ്കരിക്കുക പിന്നെ പകുതി പിന്നെ നീട്ടി നമസ്കരിക്കുക. അപ്പൊ അങ്ങനെ 2 പാർട്ടാക്കുവാൻ ഒരു ന്യായീകരണവും ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതി മുമ്പ് കാലത്ത് സലഫുകൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഷെയ്ഖ് നൽകുന്ന മറുപടി. സിൽസിലത്തുൽ ഹുദാ വന്നൂർ കാസറ്റ് നമ്പർ 719. അതിലുള്ള ചോദ്യം, തഖ്സീമു ഖിയാമിൽ ലൈലി ഫിൽ അശ്റിൽ അവാഖിർ ഇലാ തറാവീഹ് വ തഹജ്ജുദ്. റമദാനിലെ അവസാനത്തെ 10ൽ തറാവീഹ് എന്നും തഹജ്ജുദ് എന്നും 2 പേരിൽ ഈ നമസ്കാരത്തെ വിഭജിക്കുന്നത് ശരിയാണോ എന്നതാണ്. ആ ചോദ്യകർത്താവ് ഇങ്ങനെ ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു നിലാമൻ ദായിമൻ, ഒരു പതിവായ ഒരു ചിട്ടയായി മാറിയിരിക്കുന്നു. ഇപ്പൊ ചില പള്ളികളിൽ അങ്ങനെയാണ്, അവസാനത്തെ 10ൽ പതിവായി പിന്തിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുക. ശൈഖിന്റെ മറുപടി, ബിദ്അത്തുൻ, ഇത് ബിദ്അത്തായ കാര്യമാകുന്നു.
അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ നുഖീമ സുന്നത്തിനെ ജീവിപ്പിക്കുവാനും അല്ലെങ്കിൽ നിലനിർത്തുവാനും ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇത് വിദഅത്താണെങ്കിൽ. അപ്പൊ ഷെയ്ഖ് പറയുന്നു, നിങ്ങൾ ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ പിന്തിപ്പിക്കാം. അതെന്താണ്? പിന്തിപ്പിച്ച് നമസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് വഹത്താവ് പറഞ്ഞു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായി നിശ്ചയിച്ച ഉബയ്യ് ഇബ്നു കഅബിനോട് യശാക്ക് ശേഷം ജനങ്ങളെയുമായി നമസ്കരിക്കാനാണ് കൽപ്പിച്ചത്. ഉബയ്യ് ഇബ്നു കഅബ് അങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നീട് ഈ നമസ്കാരം കണ്ടപ്പോൾ ഉമർ ഖത്താബ് ഇത് എത്ര നല്ല കാര്യമാണ് എന്ന് പറയുകയും ഇതിനേക്കാൾ ശ്രേഷ്ഠം ഈ സമയത്ത് ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞിട്ട് എന്താണ്? ഇതറിയുന്ന ഉമർ ഖത്താബ് സംഘടിപ്പിച്ച ജമാഅത്ത് ഇശാക്ക് ശേഷമാണ്. കാരണം ജനങ്ങൾക്ക് സൗകര്യം അതാണ്. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നു, നേരത്തെ അതായത് അവസാനത്തെ 10 മുമ്പ് എങ്ങനെയാണോ നമസ്കരിച്ചത് ആ അവസ്ഥയിൽ തന്നെ തുടരുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ ഷെയ്ഖിന്റെ മറുപടി ഐനാം, അതെ. അതായത് അവസാനത്തെ 10 മാത്രമായി ഇങ്ങനെ ഒരു വിഭജനമോ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം ചെയ്യാമെന്ന പേരിൽ ഒരു നമസ്കാരമോ നടത്തേണ്ടതില്ല, അത് വിദഅത്താകുന്നു എന്ന് ഷെയ്ഖ് അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ഒരു ഫത്വ വായിച്ചുകൊണ്ട് വഹും കുസാല എന്ന് പറഞ്ഞ വാചകം പിടിച്ച് അപ്പുറവും ഇപ്പുറവും വായിക്കാതെ ഫൈസൽ മുസ്ലിയാർ നൽകിയ ഒരു മറുപടിയുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് പിന്നീട് മറുപടി പറയുന്നതായിരിക്കും ഇതിന് ശേഷം. എന്നാൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ 116 നമ്പർ ചോദ്യം ഇതാണ്: വഹൽ ലാബുദ്ദ മിൻ ഇത്തിസാലി സലാത്തി തറാവീഹി ബി സലാത്തിൽ ഇശാ ബി അൻ തകൂന ബഅദഹാ മുബാശറതൻ അം അന്നഹു യജൂസു ലി ഇത്തഫഖൽ ജമാഅത്തു അലാ തഖീരിഹാ ബഅദ സലാത്തിൽ ഇശാ ثم تفرقوا وتجمعوا مرة أخرى لصلاة التراويح أم أن ذلك لا يجوز. ഇശാ നമസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ തറാവീഹ് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഒരു സംഘം ആളുകൾ യോജിച്ചുകൊണ്ട് ഇശാ നമസ്കാരത്തിന് ശേഷം അതിനെ പിന്തിപ്പിക്കുകയും എന്നിട്ട് പിരിഞ്ഞുപോയി രണ്ടാമത് വന്ന് തറാവീഹ് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അനുവദനീയമാണോ? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത് പ്രബലമായ ഒരു സുന്നത്താണ്. ഇശാ നമസ്കാരത്തിനും ഇശാന്റെ സുന്നത്തിനും ശേഷം അത് ഉടനെ തന്നെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഹാദാ ഹുവല്ലദീ അലൈഹി അമലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രവൃത്തി നിലനിൽക്കുന്നത് അതിന്മേലാകുന്നു. ഇവിടെ മുസ്ലിങ്ങളുടെ പ്രവൃത്തിയാണ് എന്താ? നേരത്തെ മനസ്സിലാക്കിയതുപോലെ നബിയുടെ സഹാബത്തിന്റെ താബികളുടെ താബികളുടെ ഒക്കെ നടപടിക്രമം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്തിപ്പിക്കാതെ ഇശാന്റെ ശേഷം തന്നെ നമസ്കരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ പിന്നീടൊരു സമയത്തേക്ക് അതിനെ പിന്തിപ്പിച്ച് രണ്ടാമത് പള്ളിയിൽ വന്ന് തറാവീഹ് നമസ്കരിക്കുക എന്ന് പറയുന്നത് വഹാദാ ഖിലാഫു മാ കാന അലൈഹിൽ അമൽ, ഇതുവരെ നടന്നു വരുന്ന രീതി എന്താണോ ആ രീതിക്ക് എതിരായ കാര്യമാകുന്നു ഇത്. ഇവിടെ എന്താണ് ഫൈസൽ മുസ്ലിയാരും അതുപോലെ തന്നെ സിറാജ് ബാലുശ്ശേരി അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വേറെയും സമ്പൂർണ്ണ സലഫികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ആ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കണ്ണൂർ ഒരു പള്ളിയിൽ കേൾക്കാൻ സാധിച്ചത് 2 ജമാഅത്ത് എന്നാണ്. ഇശാക്ക് ശേഷം ഒന്ന്, പിന്നെ ഒന്ന്, 3 നേരം ഭക്ഷണം. ഇതാണ് അവിടുത്തെ രീതി എന്ന് കേൾക്കാൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാരുമായി നിരന്തരം ബന്ധം പുലർത്തുന്നവരെന്നും നേരിട്ട് അറിവെടുക്കുന്നവരെന്നും പറയുന്ന ആളുകളുടെ രീതി ഈ പറഞ്ഞ വിസ്തങ്കാരും അതുപോലെ തന്നെ മറ്റ് സമ്പൂർണ്ണ സലഫികളായി അറിയപ്പെടുന്നവരുമൊക്കെ അംഗീകരിക്കുകയും ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ആ ഷെയ്ഖ് ഫൗസാന്റെ വാചകമാണ് ഹാദാ ഖിലാഫു മാ കാന അലൈഹിൽ അമൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് തറാവീഹ് നമസ്കാരം ഇശാന്റെ നമസ്കാരത്തിനും സുന്നത്തിനും ശേഷം നിർവഹിക്കപ്പെടണമെന്നാണ്. ഇനി ഫലൗ അന്നഹും മഖറൂഹ, ആ സമയത്ത് നമസ്കരിക്കാതെ അതിനെ ആരെങ്കിലും പിന്തിപ്പിക്കുകയാണെങ്കിൽ ലാ നഖൂലു അന്ന ഹാദാ മുഹറമുൻ, ലാ നഖൂലു ഇന്ന ഹാദാ മുഹറം, ഇത് ഹറാമാണെന്ന് നമ്മൾ പറയില്ല. വലാകിന്നഹു ഖിലാഫു മാ കാന അലൈഹിൽ അമൽ, ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണോ നടന്നു വരുന്നത് അതിനെതിരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വഹിയ തുഫ്അലു അവ്വലൽ ലൈൽ, രാത്രിയുടെ ആദ്യ സമയത്താണ് അത് നിർവഹിക്കപ്പെടേണ്ടത്. ഹാദാ ഹുവല്ലദീ അലൈഹിൽ അമൽ, അതിന്റെ മേലാകുന്നു മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലനിന്നു വന്നത് എന്നതാണ്. അപ്പൊ വളരെ വ്യക്തമായി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കുസാല എന്ന് പറഞ്ഞ് അതിന്മേൽ പിടിച്ചത് അത് വേറെ ചോദ്യമാണ്, വേറെ മറുപടിയുമാണ്. ഇതായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണ സലഫികൾ ബാക്കിയുള്ളവരൊക്കെ അഖീദയിലും മൻഹജിലും പഴച്ചവരാണ് എന്ന് പറയുന്ന ചില ആളുകൾ, അവരുടെ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ രീതി ഞാൻ പറഞ്ഞു, അവർ വിസ്തങ്കാർ പഴച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് നടത്തി പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ച
ആളുകൾ അവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ അസീസ് ഇബ്നു റൈസ് അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയാൽ ഇവിഷയകമായ ചോദ്യവും മറുപടിയും നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യം: ഹൽ സഹീഹുൻ അന്ന ബഅദ അഹ്ലിൽ ഇൽമി യഖൂലു ബി ബിദഇയ്യത്തിൽ ഖിയാം അല്ലദി യകൂനു ഫി ആഖിരിൽ ലൈലി ഫിൽ അശ്റിൽ അവാഖിരിൽ മഅറൂഫ് ബിത്തഹജ്ജുദ്. തഹജ്ജുദ് എന്ന പേരിൽ അറിയപ്പെടുന്ന റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ നടത്തപ്പെടുന്ന നമസ്കാരത്തെ ആ ഖിയാം അത് ബിദ്അത്താണ് എന്ന് ചില ആളുകൾ പറയുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്ന കാര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ യോജിച്ചുകൊണ്ട് യുഖസ്സിമുൽ ഖിയാമ ബൈന അവ്വലിൽ ലൈലി വ ആഖിരിൽ ലൈൽ, രാത്രിയുടെ ആദ്യത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലേക്കോ വിഭജിച്ചാൽ ലിഅന്നഹു അൻശതു ലഹു ഔ ലിഅന്ന ഹാദാ മുനാസിബുൽ ലിദുറൂഫിഹിം, അങ്ങനെ വിഭജിക്കുന്നത് അവരുടെ സന്ദർഭവുമായി സാഹചര്യവുമായി യോജിച്ചതുകൊണ്ടോ അവർക്ക് ഏറ്റവും ഉന്മേഷം കിട്ടുന്നത് അതാണ് എന്ന നിലക്കോ, അല്ലെങ്കിൽ പുലർച്ചെ സമയത്ത് കിട്ടുന്ന പ്രതിഫലം ശ്രേഷ്ഠത ലഭിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ, ഇനിയൊരു കൂട്ടം ആളുകൾ രാത്രിയുടെ ആദ്യ സമയത്ത് നമസ്കരിക്കുന്നു, കാരണം ആ സമയത്ത് നമസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഉന്മേഷമുള്ളത് എന്ന നിലക്കാക്കുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അത് ജായിസാണ്. കാരണം അത് പ്രത്യേകം അങ്ങനെ ഒരു ശ്രേഷ്ഠമാണ്, ഇതൊരു പ്രത്യേക ഇബാദത്താണ് എന്ന നിലക്കല്ല, മറിച്ച് അവരുടെ സാഹചര്യത്തിനനുസരിച്ച്. ഇതും ഒറ്റക്കൊറ്റക്ക് ആദ്യത്തെ ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ട് വേറെ ജമാഅത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകം ഫലൗ അന്ന ഖൗമൻ ഇത്തഫഖൂ, ഒരു സമൂഹം, ഒരു ജനത ഏകോപിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഒരു മഹല്ലിൽ ഉള്ള ആളുകൾ ഒരു തീരുമാനം എടുത്തു, ഇവിടെ ഇശാ നമസ്കാരം 3 മണിക്കായിരിക്കും എന്ന് എല്ലാവരും ഏകോപിച്ച് തീരുമാനമെടുത്താൽ അങ്ങനെ ആ സമയത്ത് നമസ്കരിക്കാം. ഇതിനാരും എതിരല്ല. ഒരാൾക്ക് വ്യക്തിപരമായി വീട്ടിൽ വെച്ച് വീട്ടുകാരെയും കൂട്ടി അയാൾക്ക് പുലർച്ചക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ ജമാഅത്താക്കാം, അതിന് ഇവിടെ ആരും എതിര് പറയുന്നില്ല. ഇത് ശേഖിന്റെ വാചകമല്ലട്ടോ, ഞാൻ ഇടയ്ക്ക് പറയാം. അപ്പൊ ഇവിടെയുള്ള വിഷയം എന്താ? വിഷയം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജമാഅത്ത് ഉണ്ടാക്കുക, ഒരു പള്ളിയിൽ 2 ജമാഅത്ത്, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ജമാഅത്താണ്. അതാണ് അദ്ദേഹം രണ്ടാമത് പറയുന്നത്. ലാക്കിൻ ലബി ഇഅ്തഖദ ബഅദ ബിഹാദൽ ഫിഅലി അന്നഹുൽ അഫ്ളൽ വഇന്ന മിത്ല ഹാദാ ബിദ്അത്തുൻ വലാ യസിഹു. ഇനി ഈ ആളുകൾ വിശ്വസിക്കുകയാണ് ഇങ്ങനെ പുലർച്ചെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക അവസാനത്തെ 10 എന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അത് ബിദ്അത്താകുന്നു, ലാ യസിഹു, ശരിയല്ലാത്ത കാര്യമാണ് എന്ന് വ്യക്തമായി ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു റൈസ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഇതിനെ വിഭജിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. രാത്രി നമസ്കാരത്തെ രാത്രിയുടെ അവസാനത്തിലേക്ക് പ്രവർത്തിക്കുക ചെയ്യുക എന്ന് പറയുന്ന 2 സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒന്ന് അയ്യക്കൂന ദാഫിഉ തഅബ്ബുദിയ്യൻ ഹാദാ ഖതഉൻ വലാ ദലീല അലൈഹി. ഇപ്പൊ മുകളിൽ അവസാനം പറഞ്ഞ കാര്യം, ഇതൊരു തഅബ്ബുദിയായ മതത്തിന്റെ ഇബാദത്ത് നിലക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത ഇബാദത്ത് എന്ന നിലക്ക് അങ്ങനെ തഅബ്ബുദിയായി ഇബാദത്തായി കണ്ടുകൊണ്ട് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, തെളിവില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തേത്, ഇങ്ങനെ ചെയ്യാനുള്ള പ്രേരണ ജനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് അതാണ് എന്ന നിലക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഉന്മേഷം കിട്ടുന്ന കാര്യം അതാണ് എന്ന നിലക്കാണെങ്കിൽ, ഒരു കൂട്ടർക്ക് യശാക്കേശാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാകാം, അല്ല അർദ്ധരാത്രിക്ക് ശേഷമാണെങ്കിൽ അങ്ങനെയാകാം. അത് അവരുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഒരു പ്രത്യേകതയും കൽപ്പിക്കാതെ ആണെങ്കിൽ ഹാദാ ജായിസുൻ വലൈസ മുൻകറൻ, ഇത് അനുവദനീയമാണ്, നിഷിദ്ധമല്ല. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലല്ല, ആദ്യം പറഞ്ഞ രീതിയാണ്. അതിന് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത കൽപ്പിക്കുകയും അങ്ങനെ പുണ്യം തേടുകയും ചെയ്യുക എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചില പള്ളികളിൽ ലാക്കിന്നഹു ഖല്ല കസീറൻ അന്ന ബഅദഹും യുസല്ലി അവ്വലൽ ലൈൽ സലാത്തൻ സരിയ, ചില പള്ളികളിൽ അപൂർവമാണെങ്കിലും അവർ എന്ത് ചെയ്യുന്നു, രാത്രിയുടെ ആദ്യ സമയത്ത് നമസ്കാരം നിർവഹിക്കുന്നു, സലാത്തുൽ ലൈൽ എന്നതിന് പേരിടുന്നു. പിന്നെ അവർ രാത്രിയുടെ അവസാന സമയത്ത് ദീർഘിച്ചൊരു നമസ്കാരം നിർവഹിക്കുന്നു, അതിനവർ ഖിയാം എന്ന് പേരിടുന്നു. ഇങ്ങനെ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഉദ്ദേശമോ വരുത്തുക, കാണിക്കുക എന്ന് പറയുന്നത് ഖതഉൻ, അത് പിഴവാകുന്നു. വമുഖാലിഫുൻ ലിശ്ശരീഅത്തി, ശരീഅത്തിന് എതിരാകുന്നു. വലാ യസിഹു അൻ യുഅല, അങ്ങനെ ചെയ്യപ്പെടൽ സാധുവാകുകയില്ല. വയംബഗി അൻ യുഅല്ലമൻ നാസു ഖതഅ മിത്ലി ഹാദാ, ഇതുപോലുള്ള കാര്യങ്ങളുടെ പിഴവുകൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഹത്താ ലാ യഅതഖിദു ശർഇയ്യതഹു മഅൽ അയ്യാം, കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇത് ശരീഅത്താണ്, ശർഇന്റെ ഭാഗമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതാണ് ദീൻ എന്ന ആളുകൾ മനസ്സിലാക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ ഇത് തെറ്റായ രീതിയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ ചില ആളുകളുടെ സംസാരത്തിൽ തർക്കം വേണ്ട, എളുപ്പത്തിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും നമസ്കരിക്കാമെന്നും എത്ര ജമാഅത്തുമാകാമെന്നും ഒക്കെയുള്ള വാദങ്ങളുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഒരു ഘട്ടമായോ 2 ഘട്ടമായോ മറുപടി പറയും അടുത്ത ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായും ശരിയായും മനസ്സിലാക്കുവാനും പ്രവാചകന്റെ സുന്നത്തിനോട് ഏറ്റവും യോജിച്ചതാണ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.